ബൈജൂസിൻ്റെ തകർച്ച അത്രമാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എഡ്യൂപോർട്ട് ഉണ്ടാകുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബൈജൂസിനാണ്. കാരണം ഞങ്ങളന്ന് ആപ്പ് കൊണ്ടുവന്നിട്ട് കുട്ടികൾ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കണം അല്ലെ പഠിക്കാൻ പറ്റുന്നുള്ളത് പാരൻസിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ഓൾറെഡി എന്താണ് ബൈജൂസ് മോഹൻലാലിനെ ഷാറൂഖ് ഖാനൊക്കെ വെച്ചിട്ട് ഫോൺ ഉപയോഗിച്ച് കുട്ടികൾക്ക് പഠിക്കാമെന്നുള്ളൊരു സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എക്സ്പാൻഷൻ്റെ ഒരു കേസാണ്. ഞാനൊരു കഥ ഇങ്ങനെ കേൾക്കാറുണ്ട്, സത്യമാണെന്ന് എനിക്കറിയില്ല. അതായത് ബൈജു രവീന്ദ്രൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ മോൻ എന്തെങ്കിലും ഒരു ടോയ് വാങ്ങണം എന്നുള്ള രീതിയിൽ സൂപ്പർ മാർക്കറ്റ് പോയി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ടെക്നോളജി പ്രൊഡക്റ്റ് ഒരു ടോയ് കണ്ടു. അപ്പം മൂപ്പർക്ക് ഭയങ്കര താല്പര്യം വന്നു. അപ്പോൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് നേരെ US പോയിട്ട് ആ കമ്പനീനെ അക്വയർ ചെയ്തു എന്നുള്ളത്. അപ്പം ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ തന്നെയാണ് പറഞ്ഞത്. അപ്പം ആ ഒരു മോഡലിലുള്ള ഒരു എക്സ്പാൻഷനൊക്കെയാണ് എന്ത് ചെയ്തത് അതിൽ വന്നിട്ടുള്ളത്.